നമസ്കാരം. ADM നവീൻ ബാബു കൊല്ലപ്പെട്ടിട്ട് അഥവാ അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 2 മാസം കഴിയുന്നു. ഒക്ടോബർ 15-ാം തീയതിയാണ് നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഇപ്പോൾ ഡിസംബർ 15 പിന്നിടുമ്പോഴും നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ അഴിയുന്നില്ല എന്നുള്ളത് ഏറെ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഒരു ഹർജി നൽകിയത്. ആ ഹർജി വിധി പറയുന്നതിന് വേണ്ടി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് മാറ്റിവെച്ചിരിക്കുന്നു. എന്നാൽ കേരളത്തിൻ്റെ മനസാക്ഷിയിൽ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്, അഥവാ കേരളത്തിൻ്റെ പൊതുബോധത്തിന് ദഹിക്കാത്ത ചില സംഗതികൾ ഇപ്പോഴും സംശയാസ്പദമായി തന്നെ തുടരുന്നു. നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ എന്തൊക്കെയാണ് ഇഴചേർന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോഴും എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ ഭൂമാഫിയകൾക്കും കോറി മാഫിയകൾക്കും അതുപോലെ മറ്റു പല ആളുകൾക്കും ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ പോലും കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇങ്ങനെ ആരോപിക്കപ്പെടുന്ന എന്തെങ്കിലും വിഷയങ്ങളിലേക്ക് ആരെങ്കിലുമായി ബന്ധിപ്പിക്കുവാനുള്ള ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, അഥവാ അത്തരത്തിൽ യാതൊരു സൂചനയും SIT കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. നവീൻ ബാബുവിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയതിലും പോലീസും സർക്കാരും കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലുമെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ആദ്യത്തെ പോരായ്മയായി ജനം ചൂണ്ടിക്കാണിക്കുന്നത്. പോലീസിനെ തന്നെ മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഇത് തന്നെയാണ് അടിവരയിട്ട് പറയുന്നത്. നിയമവൃത്തങ്ങളും ഇത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി നവീൻ ബാബുവിന് മരണത്തിലേക്ക് തള്ളിവിട്ട ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് ജയിലിലടച്ച PP ദിവ്യയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ ഇനിയും ഈ കേസിൽ അവസാനിക്കുന്നില്ല. PP ദിവ്യയുടെ കണ്ണൂരിലുള്ള അനധികൃത ബിനാമി ഇടപാടുകളെക്കുറിച്ച് ഇതുവരെയും അന്വേഷിക്കപ്പെട്ടിട്ടില്ല. അതായത് നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുന്ന പരസ്യമായ അവഹേളനം നടത്തി PP ദിവ്യ നവീൻ ബാബുവിൻ്റെ ആത്മവീര്യത്തെ നശിപ്പിച്ചു അല്ലെങ്കിൽ മാനഹാനി ഉണ്ടാക്കി. ഇക്കാരണത്താലാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ PP ദിവ്യയെ കൃത്യമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യേണ്ടത് തന്നെയല്ലേ? എന്തൊക്കെയാണ് PP ദിവ്യയെ ചുറ്റിപ്പറ്റി സാമൂഹ്യ മണ്ഡലത്തിൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ എന്നുള്ളത് പോലീസ് എന്തുകൊണ്ട് പരിശോധിച്ചില്ല? അഥവാ PP ദിവ്യയുടെ ബിനാമി ഇടപാടുകളെക്കുറിച്ച് നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ബിനാമി ഇടപാടുകളാണ് PP ദിവ്യ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വേളയിലെല്ലാം തന്നെ, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ തന്നെ 23 പ്രാവശ്യമാണ് അവർ വിദേശയാത്ര നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ഇത്രയും വിദേശയാത്രകൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. പിന്നെ എങ്ങനെയാണ് കണ്ണൂരിലെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇത്രത്തോളം 23 പ്രാവശ്യം വിദേശയാത്ര നടത്താൻ കഴിയുന്നത്? എന്താണ് അത്തരം യാത്രകളുടെ ഉദ്ദേശം? സാധാരണഗതിയിൽ CPMൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന, അതായത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു PP ദിവ്യ, CPMൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വിദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തിനു പോകുന്നു, എന്താണ് യാത്രയുടെ ഉദ്ദേശം, ആരാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്, സ്വന്തം ചിലവിലാണോ, എത്ര രൂപ ചിലവായി എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ആ പാർട്ടിയെ ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ആ പാർട്ടിയുടെ ലിഖിതമായ നിയമം. അത്തരത്തിലുള്ള നിയമങ്ങൾ എന്തെങ്കിലും PP ദിവ്യ പാലിച്ചിട്ടുണ്ടോ? PP ദിവ്യ 23 പ്രാവശ്യം എന്തിനു വേണ്ടിയാണ് വിദേശയാത്ര നടത്തിയത് എന്നുള്ളതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ AKG സെൻറ്ററിലുണ്ടോ? ആരാണ് PP ദിവ്യയുടെ വിദേശയാത്രകൾ സ്പോൺസർ ചെയ്തത്? ഇനി സ്വന്തമായി തന്നെയാണ് അവർ ഇത്തരം യാത്രകൾ നടത്തിയത്, സ്വന്തം ചിലവിലാണ് നടത്തിയതെങ്കിൽ ഇത്തരം ചിലവുകൾക്കുള്ള പണം അവർക്ക് എവിടെ നിന്ന് വന്നു? എന്താണ് അവരുടെ സാമ്പത്തിക സ്രോതസ്? പണത്തിൻ്റെ ഉറവിടം ഏതാണ്? ഇത്തരം കാര്യങ്ങൾ പോലീസോ IT വിഭാഗമോ അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.
ഇങ്ങനെ പി ദിവ്യ ഇപ്പോഴും കണ്ണൂരിൽ സർവ്വതന്ത്ര സ്വതന്ത്രയായി വ്യവഹരിക്കുന്നു. അതായത് 15 ദിവസക്കാലം പോലീസ് പി ദിവ്യയെ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പി ദിവ്യ ആ കേസിൽ ജാമ്യത്തിൽ തന്നെയാണ്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി തന്നെയാണ് പി ദിവ്യയെ ജയിലിൽ അടച്ചത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് ചാർജ് ചെയ്ത് കേസിൽ ഒരേ ഒരു പ്രതിയാണ് പി ദിവ്യ. എന്നിട്ടും പി ദിവ്യയെ ചുറ്റിപ്പറ്റിയുള്ള ഇത്തരം ആരോപണങ്ങൾ എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? നവീൻ ബാബുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുന്ന 2 ഫയലുകളാണ് കണ്ണൂരിലെ CPM ലോബി ഭയപ്പെട്ടിരുന്നത്. അഥവാ കണ്ണൂരിലെ ഭൂമാഫിയയും കോറി മാഫിയയും മറ്റ് അനധികൃത ഇടപാടുകൾ നടത്തിയിരുന്ന ആളുകളും ഭയപ്പെട്ടിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നവീൻ ബാബുവിൻ്റെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന നവീൻ ബാബുവിൻ്റെ കയ്യിലുള്ള ഫയലുകളിൽ ഇത്തരം ഇടപാടുകളുടെ സമ്പൂർണ്ണമായ രേഖകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് കണ്ണൂരിലും വയനാട്ടിലും നടന്നിട്ടുള്ള 5000 കോടി രൂപയുടെ ഭൂമി ക്രയവിക്രയത്തിൻ്റെ അനധികൃത ഇടപാടുകൾ മുതൽ നിരവധി രേഖകൾ നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നവീൻ ബാബുവിനെ കണ്ണൂരിലെ അനധികൃത ഇടപാടുകൾ നടത്തുന്ന ആളുകൾ വകവരുത്തി എന്നുള്ള സംശയം ബലപ്പെടുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ്, അതായത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ ഒരേ ഒരു പ്രതിയേ ഉള്ളൂ, അത് പി ദിവ്യയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പി ദിവ്യയുടെ വിദേശയാത്രയടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കാത്തത്? എവിടെ നിന്നാണ് ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്? ആരാണ് പി ദിവ്യയുടെ യാത്ര സ്പോൺസർ ചെയ്തത്? എത്ര രൂപ ചിലവായി? എന്തായിരുന്നു യാത്രയുടെ ഉദ്ദേശം? എവിടെയൊക്കെ പോയി? എന്തായിരുന്നു ആ ഇടങ്ങളിലെല്ലാം പി ദിവ്യയുടെ പരിപാടി? ഇത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ? CPM ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇതൊന്നും അന്വേഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസ് ഇത്രത്തോളം അനാസ്ഥ ഈ വിഷയത്തിൽ കാണിക്കുന്നത്? കണ്ണൂരിൽ അസിസ്റ്റന്റ് കളക്ടറായിരുന്ന ഒരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അയാളുടെ മരണവിവരം അന്വേഷിച്ചു പോകുമ്പോൾ അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ട രീതിയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിക്കൊണ്ട് പി ദിവ്യക്കെതിരെ പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പി ദിവ്യയെ ചുറ്റിപ്പറ്റി കൂടുതൽ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകാത്തത്? പി ദിവ്യ 23 പ്രാവശ്യം വിദേശ യാത്ര ചെയ്തത് ഉല്ലാസയാത്രയായിരുന്നോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയല്ലേ? അവരുടെ സ്വന്തം ചെലവിലാണ് അവർ യാത്ര ചെയ്തത് എന്നുണ്ടെങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ, അതും CPMൻ്റെ ഒരു പ്രവർത്തക എന്ന രീതിയിൽ, കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഒരാൾ ഇത്തരം യാത്ര ചെയ്യുമ്പോൾ ഇതിൻ്റെ കൃത്യമായ സാമ്പത്തിക ഉറവിടങ്ങളടക്കം, വിദേശത്ത് ഇവർ എന്ത് ചെയ്തു, എന്തിനു പോയി, ആരെല്ലാം കണ്ടു, എന്തൊക്കെയായിരുന്നു അവരുടെ പരിപാടി എന്നുള്ളതെല്ലാം കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? ആരൊക്കെയാണ് പി ദിവ്യയുടെ കൂടെ പോയത് എന്നുള്ള കാര്യങ്ങളും ചിന്തിക്കപ്പെടേണ്ട കാര്യം തന്നെയല്ലേ? പി ദിവ്യയെ സംബന്ധിച്ചിടത്തോളം CPM രാഷ്ട്രീയത്തിൽ പി ദിവ്യയുടെ തലതൊട്ടപ്പനായി അറിയപ്പെടുന്നത്, പി ദിവ്യയുടെ ഗോഡ് ഫാദറായി അറിയപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി തന്നെയാണ്. പി ശശിക്ക് പി ദിവ്യ 23 പ്രാവശ്യം വിദേശത്ത് യാത്ര ചെയ്തപ്പോൾ ഈ യാത്രയിൽ പി ശശിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? അല്ല എന്നുണ്ടെങ്കിൽ പി ശശി നിയോഗിച്ച ആരെങ്കിലും പി ദിവ്യയോടൊപ്പം യാത്ര ചെയ്തിരുന്നോ? പി ശശി തന്നെ ഒപ്പം യാത്ര ചെയ്തിരുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം എന്തുകൊണ്ടാണ് അന്വേഷിക്കപ്പെടാത്തത്? കാരണം ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പി ശശിയും സംശയത്തിന് നിഴലിൽ തന്നെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാത്തത്, ചോദ്യം ചെയ്യാത്തത് എന്നുള്ളത് സംശയം തന്നെയാണ്. നവീൻ ബാബുവിനെ മുനീശ്വരൻ കോവിൽ ഭാഗത്ത് ഇറക്കി വിട്ടു എന്ന് പറയുന്ന ഷംസുദ്ദീനെ കുറിച്ച് ഇപ്പോൾ യാതൊന്നും കേൾക്കാനേയില്ല. ഷംസുദ്ദീൻ എവിടെയാണ് എന്നുള്ളത് അറിയില്ല. ഷംസുദ്ദീനെ പോലീസ് ചോദ്യം ചെയ്തതായി അറിയില്ല. ഇതുപോലെ നിരവധി വ്യക്തികൾ, TV പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾക്ക് പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് അനുമതി കൊടുക്കുവാൻ വൈകി എന്നുള്ള കാരണമാണ് പി ദിവ്യ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ സംസാരിച്ചപ്പോൾ എടുത്തു പറഞ്ഞ കാര്യം. ആ ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിനാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയത് എന്നുകൂടി പി ദിവ്യ ചേർത്ത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പ്രശാന്തിനെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കാത്തത്? അപ്പോൾ പി ദിവ്യയുടെ വിദേശയാത്ര പി ശശിക്ക് ഇതിലേതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? എന്തിനാണ് പി ദിവ്യ വിദേശത്ത് പോയത്? ആരാണ് വിദേശത്ത് യാത്രകൾ സ്പോൺസർ ചെയ്തത്? എന്തായിരുന്നു വിദേശത്ത് പരിപാടി? അവിടെ ആരൊക്കെ കണ്ടു? എവിടെ നിന്നാണ് സാമ്പത്തികം ഉണ്ടായത്? ഇത്തരം കാര്യങ്ങളൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ല. ഡ്രൈവർ ഷംസുദ്ദീനെ കുറിച്ച് യാതൊരു വിവരവും പോലീസ് ശേഖരിക്കുന്നില്ല. കൂടുതൽ ചോദ്യം ചെയ്യുന്നില്ല. TV പ്രശാന്തനെ ചോദ്യം ചെയ്യുന്നില്ല. നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല, അത് കൊലപാതകമാണ് എന്ന് കുടുംബം സംശയിക്കുമ്പോഴും CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെടുമ്പോഴും സർക്കാർ തന്നെയാണ് അത് വട്ടം കയറി നിൽക്കുന്നത്. ഇതിൽ CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നവീൻ ബാബുവിൻ്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് സംശയമുണ്ടെങ്കിൽ അതും ഞങ്ങൾ അന്വേഷിക്കാം. കേരള പോലീസ് ഇതാണ് പറയുന്നത്. ഇത്രയും നാളും കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ബന്ധപ്പെടുത്തി ഇത്തരം ആളുകളെ ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത കേരള പോലീസ് പിന്നെ നവീൻ ബാബുവിൻ്റെ മരണം ഒരു കൊലപാതകമാണെങ്കിൽ അത് എങ്ങനെ തെളിയിക്കും എന്നുള്ളത് തന്നെയാണ് ചോദിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുമെല്ലാം പരസ്പര വിരുദ്ധമായ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു. സത്യവാങ്മൂലത്തിൽ FIRലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് കേരള പോലീസ് നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെങ്കിൽ അത് കൊലപാതകമാണ് എന്ന് എങ്ങനെ കണ്ടെത്തും?
ഇതിൽ യാതൊരു സംശയവുമില്ല. CPM-ന് ബന്ധമുള്ള, CPM-ന് വേണ്ടപ്പെട്ട ആരൊക്കെയോ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ പല കള്ള ഇടപാടുകളും, അനധികൃത ഇടപാടുകളുടെ കൃത്യമായ വിവരങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു. PP ദിവ്യയുടെ വിദേശ യാത്രയടക്കമുള്ള കാര്യങ്ങളുടെ ചുരുളുകൾ അഴിയേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് CBI വരണം എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ പൊതുബോധവും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ CBI അന്വേഷണം എന്നുള്ള ആവശ്യം അംഗീകരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തീരുമാനം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കാൻ CBI വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.